ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എറണാകുളത്തു നിന്ന് കണ്ണൂർ ഏച്ചാൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടുത്തെ വീഡിയോസ് ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ചെന്നതിന് ശേഷമുള്ള, പക്ഷേ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ രാവിലെ ഒരു 4 മണി 5 മണി ആ ഒരു ടൈമിലൊക്കെ 3 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ സമയത്താണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം വെളുപ്പിന് പോകുവാണെങ്കിൽ അധികം ട്രാഫിക്ക് കാര്യങ്ങളുണ്ടാവില്ല, പിന്നെ ചൂട് അധികം ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ടൈം പ്രിഫർ ചെയ്ത് പോകുന്നത്. പകലൊരു 7 മണി 8 മണിയാണെങ്കിൽ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വെയിലും കാര്യങ്ങളായിട്ട് നമുക്ക് ഓടിച്ച് പോകാനും പിന്നെ ട്രാഫിക്ക് തുടങ്ങും. അതുകൊണ്ടാണ് എപ്പോഴും യാത്ര ചെയ്യാൻ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ടൈം ഇതാണ്. നമ്മളൊരു 3 മണി 4 മണിക്കൊക്കെ ആകുമ്പോൾ ഇറങ്ങുമ്പോഴത്തേനും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ കണ്ണൂരെത്തും. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ ഏകദേശം കോഴിക്കോട് എത്തി. അവിടെ നിന്നൊക്കെ കോഴിക്കോട് വിട്ട് കണ്ണൂരോട്ട് പോകുന്ന ആ ഒരു ഇതെത്തി. ഇവിടെ കോഴിക്കോടിൻ്റെ പല സ്ഥലങ്ങളിലും കുറേ റോഡിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് എന്താ പറയുക, അതായത് മലപ്പുറം ടച്ച് ചെയ്യാതെ വേറെ റൂട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പം പക്ഷേ വഴികൾ കുറച്ച് ഇതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തും. അത് കാരണം ഈ റൂട്ട് പിന്നെ ഇവിടെ പണി നടക്കുന്നതൊന്നും നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പോയി ഇപ്പം നമ്മൾ കണ്ണൂർ എത്തി കേട്ടോ. എനിക്ക് തോന്നുന്നു മാഹിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ നാട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ചെറിയ കായൽ, തോണി, അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറേ പേര് തോണിയിൽ പോയി മീൻ പിടിക്കുന്നത്, അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ കഴിയും. ഏരിയയിലോട്ടൊക്കെ നമ്മൾ എത്തുമ്പോഴത്തേനും നല്ല തണുത്ത കാറ്റും നല്ല ഭംഗിയൊക്കെയാണ്. നമ്മൾ നിന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി ഉള്ള ഒരു എന്താ പറയുക ഒരു തോന്നലുണ്ടാവും. പക്ഷേ നമുക്ക് ടൈം ഇല്ലാത്തത് കാരണം പെട്ടെന്ന് എത്തണമായിരുന്നു. കാരണം ചേട്ടായും ചേച്ചിയും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
അവർ ഇന്നലെ ചേച്ചി ദുബായിൽ നിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുക. കാരണം ചൊവ്വാഴ്ച നമ്മളിന്ന് പോകുന്ന ദിവസം ഞായറാഴ്ചയാണ്, രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ചൊവ്വാഴ്ച ചേച്ചിയുടെയും ചേരുടെ വീടിൻ്റെ വെഞ്ചിരിപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ അവിടെ പോയിട്ട് വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമ്മളും കൂടെ വന്നതിന് ശേഷം കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പോകാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അത് കാരണം നമുക്ക് അങ്ങനെ മറ്റേ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് പോകാനുള്ള ടൈം കിട്ടുക. നമ്മൾ പെട്ടെന്ന് തന്നെ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തിയായിരുന്നു. രാവിലെ ഇറങ്ങിയത് കാരണം നമുക്ക് 10 മണി വരെ വിശന്നിരിക്കാനുള്ള ഇതില്ലാത്തത് കാരണം നമ്മൾ പുറത്തുനിന്ന് കാപ്പി കുടിച്ചിട്ടായിരുന്നു വന്നത്. പിന്നെ വീട്ടിൽ നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തിയപ്പോൾ ഉള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ട സമയത്തെ വീഡിയോസ് ഒന്നും ക്യാപ്ചർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ചെന്നതിന് ശേഷം മമ്മിയും ഞങ്ങളെല്ലാവരും കൂടെ, മമ്മി കുറേ കറികളും കാര്യങ്ങളും ഉണ്ടാക്കിയായിരുന്നു. പിന്നെ കുറച്ച് ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്നാക്കി. ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട്. ചോറുണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വീഡിയോ ആണ്. കുറേ നാൾ കൂടിയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. കാരണം മൂത്ത ചേട്ടായും ഞങ്ങളും ഉണ്ടാകുമ്പം നടുക്കത്തെ ചേട്ടായും ചേച്ചിയും അവിടെ ഉണ്ടാവത്തില്ല. അവർ രണ്ടുപേരും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുണ്ടാവത്തില്ല. അങ്ങനെയൊക്കെയാണ് എല്ലാവരും കൂടെ ഒത്തുകൂടാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അത് കാരണം എല്ലാവരും കുറേ നാളുകൂടി 2016 ശേഷം കണ്ടെന്ന് തോന്നുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുകൂടുന്നത്. കുറേ മൂത്ത ചേച്ചിയും രണ്ടാമത്തെ ചേച്ചിയൊക്കെ പുറത്താണ്. അപ്പോൾ അവർ വരുന്ന ടൈം ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അത് കാരണം 3 പേരും ഒരുമിച്ച് വരാറില്ലായിരുന്നു. എല്ലാവരും വെവ്വേറെ സ്ഥലങ്ങളിലൊക്കെ ആയത് കാരണം. ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു. ഇത് ഞങ്ങൾ 3 പേരുമാണ്. ഇവിടെ 3 ആണുങ്ങളാണ്. അപ്പം ഞങ്ങൾ കെട്ടി വന്ന 3 പെണ്ണുങ്ങളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോയും കാര്യങ്ങളും എടുത്തു. ഇത് ഞങ്ങൾ അല്ലുവാണ് വീഡിയോ എടുക്കുന്നത്. അല്ലു എന്താ പറയുക, വീഡിയോ എടുത്തും എന്താ പറയുക വോയിസൊക്കെ കൊടുക്കാനും എല്ലാം നല്ല മിടുക്കിയാണ്. പക്ഷേ അവർക്ക് ഇന്ന് എന്തോ മൂഡില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് വെറുതെ വീഡിയോ ഒക്കെ എടുത്തു തന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചേച്ചിയും ചേട്ടായും പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മൾ മുറ്റത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്, പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താം. അന്ന് ഞാനെടുത്ത ഓൺ വോയിസിലെടുത്തൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീട്ടിലെത്തി, ചേട്ടൻ്റെ വീട്ടിലെത്തി. രാവിലെ എത്തി, ചേട്ടനും ചേച്ചിയും പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുവാണ്. അതിന് മുമ്പേ ഞാനൊരു വീഡിയോ എടുക്കുക. കാരണം ചൊവ്വാഴ്ച അവരുടെ ഹൗസ് വാമിംഗ് ആണ്, രണ്ടാമത്തെ ചേട്ടയുടെയും ചേച്ചിയുടെ. അപ്പോൾ അവർ അതെല്ലാം അടുക്കി പെറുക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി വൈകുന്നേരം വരുമോ എന്നുള്ളത് തിരക്കനുസരിച്ചിരിക്കും. അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അത് കാരണം ഞാൻ ഇപ്പോഴേ വീഡിയോ എടുക്കുവാണ്. ഇൻ കേസ് മിസ്സായിപ്പോയാൽ ഈ വീഡിയോ ഇടാമല്ലോ, അതിനുവേണ്ടി. ഓക്കെ, അപ്പം ഞാൻ എല്ലാവരും പരിചയപ്പെടുത്താം. ഇത് പപ്പ, മമ്മി, അത് മൂത്ത ചേട്ടായി കാണിച്ചു തരാൻ പോകും. ഇത് മൂത്തേട്ടയുടെ പേര് ആൽവിൻ എന്നാണ്. ചേട്ടായി ഭയങ്കര ജിമ്മനാണ്. ഇത് മൂത്ത ചേട്ടയുടെ ചേച്ചി, നിമ്മി ചേച്ചി. ഇതാണ് ചേച്ചി. ഇത് മമ്മി, പപ്പ. ഇത് രണ്ടാമത്തെ ചേട്ടായി. ആയില്ല. ഇത് രണ്ടാമത്തെ ചേട്ടായുടെ ചേച്ചി, ജിപ്സി ചേച്ചി. ഇത് ഇച്ചായ. ഞാൻ എല്ലാവരുടെയും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടെ മിസ്സായി. ആൽബിൻ ചേട്ടയുടെ മൂത്ത കുട്ടിയാണ് അല്ലു. ആൽബിൻ ചേട്ടയുടെ എന്നല്ല, ഇപ്പം ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഉള്ള ഒരാളാണ് അല്ലു. അപ്പം അല്ലുവിനെ ഇടയ്ക്ക് കാണാൻ പോവും. അപ്പോൾ അല്ലു എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ TV ഒക്കെ കൊണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ തപ്പിപ്പോയപ്പോൾ റൂമിൽ വെച്ച് അല്ലുവിനെ കണ്ടു. അല്ലു വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഷൈ ആയിട്ടിരിക്കും, പക്ഷേ ആളങ്ങനെയൊന്നുമില്ല, ഭയങ്കര ആക്റ്റീവാണ്. ഡാൻസും പാട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായും ചേച്ചിയും പോകാൻ വേണ്ടി റെഡിയായി. അവർ പോകാൻ ഏകദേശം 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവർ പോയി. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം ആലക്കോട് പള്ളിയിൽ പെരുന്നാൾ അവിടെയുണ്ട്. അപ്പം
അവിടെ പോകാൻ വേണ്ടി. അപ്പോൾ അതിന് മുൻപ് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. അന്ന് തൊട്ട് പോകുന്നിടം വരെയും ഞങ്ങൾ താഴെ ചെറിയൊരു തോടുണ്ട്, തോട്ടിൽ പോയിട്ടേ കുളിക്കത്തുള്ളൂ. കാരണം നമ്മൾ വീട്ടിലുള്ള സമയത്തല്ല ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കാരണം ഞങ്ങൾ തോട്ടിൽ പോയി കുളിക്കാനുള്ള പരിപാടിയിലാണ്. ഇത് നമ്മുടെ ബാക്ക് സൈഡാണ് കേട്ടോ, അടുക്കളയുടെ വശമാണ്. ഇവിടെ ഞങ്ങളിങ്ങോട്ട് വന്നിട്ട് ഏകദേശം 4-5 വർഷമായിട്ടുണ്ട്. അതിന് മുൻപ് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ ഇത്രയും ഭയങ്കര പച്ചപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പപ്പ ഇവിടെ വന്നിട്ടാണ് ഇത്രയും കൃഷി ചെയ്ത് നല്ല പച്ചപ്പാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാ കവുങ്ങയിലും കൊന്നയിലൊക്കെ പപ്പ കുറേ കുരുമുളക് കാര്യങ്ങളെല്ലാം കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ കുറേ കവുന്തൈ, വാഴ, ഒത്തിരി കൃഷികളുണ്ട്. പിന്നെ താഴെ വേറൊരു സ്ഥലത്ത് പയർ പന്തൽ, കുറേ പന്തലുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വരാവുന്ന സമയമൊക്കെ ആയപ്പോഴത്തേനും പപ്പ കുറേ പയറൊക്കെ എടുത്ത് പറിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷേ ഫ്രിഡ്ജിൽ കേടുകൂടാതെ വെച്ചതാണ്, അതവിടെ തന്നെ ഇരുന്ന് പോയി, ഞങ്ങളെല്ലാവരും മറന്നുപോയി. അപ്പം പറമ്പിൽ ഞാൻ ജസ്റ്റ് പറമ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം. തൊട്ടടുത്തുള്ള പറമ്പ് ഈ പറമ്പുമായിട്ട് എൻ്റെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം ഇവിടെ ചെറിയ തൊണ്ടൊക്കെ വെച്ചിട്ട് വെള്ളം കെട്ടി നിൽക്കാനും, പിന്നെ പറമ്പ് പപ്പ നനയ്ക്കുകയൊക്കെ നല്ല വെയിലൊക്കെ ആകുമ്പോൾ ഫുള്ള് പറമ്പെല്ലാം നനച്ച് വിടുന്നതാണ്. അങ്ങനെ വേസ്റ്റൊക്കെ ഇടുന്നത്, നമ്മൾ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതുപോലെ ഓരോ ഇങ്ങനെ നട്ട് വളർത്തുന്ന ഓരോന്നിൻ്റെയും ചോട്ടിൽ ഇങ്ങനെ വേരിലോട്ട് തട്ടാതെ കുറച്ച് മാറ്റിയിട്ട് കുഴിച്ചിടും. അതൊക്കെയാണ് പപ്പ നല്ല നാച്ചുറലായിട്ടുള്ള വളങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ രാസവളം ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഓസൊക്കെ ഇവിടെ ഇട്ടിരിക്കും നമ്മൾ പറമ്പൊക്കെ നനയ്ക്കാൻ വേണ്ടി. താഴെ തോടുള്ളതുകൊണ്ട് തോടിനോടടുത്ത് നമുക്ക് വേറൊരു ചെറിയൊരു കുളം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആണ് ഈ ഓസിട്ട് നമ്മൾ വെള്ളം പറമ്പൊക്കെ നനയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പറമ്പും തൊട്ടടുത്ത പറമ്പും കൂടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. തൊട്ടടുത്ത പറമ്പെല്ലാം ഭയങ്കര കാട് പിടിച്ചാണ് കിടക്കുന്നത്. പക്ഷേ പപ്പ എല്ലാ ദിവസവും രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും പപ്പ പറമ്പിലിറങ്ങും. പിന്നെ ഒരു 10-12 വരെ വെയിലാകുമ്പോഴത്തേനോടെ വരെ പറമ്പിലായിരിക്കും. പിന്നീട് ചോറൊക്കെ ഉണ്ട്, റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും പറമ്പിലിറങ്ങും. ഇരുട്ടാകുമ്പോഴേക്കേ പപ്പ തിരിച്ച് കയറി വരത്തുള്ളൂ. പപ്പ പണ്ട് തൊട്ടേ അവരങ്ങ് നല്ല കൃഷിക്കാരാണ്. അപ്പോൾ പപ്പ ഭയങ്കര എന്താ പറയുക, പറമ്പിൽ കൂടുതൽ ടൈം ചിലവഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പറമ്പിലെ വിശേഷങ്ങൾ. ഇപ്പം നമ്മൾ പോകുന്നത് തോട്ടിച്ചാടാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഉള്ള വീഡിയോസാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ വേറൊരു പറമ്പിലോട്ട് കയറി. ഇപ്പം ആ പറമ്പ് കംപ്ലീറ്റ് കാടാണ്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഒന്നും വീട്ടിലെല്ലാവരും ഒന്നും തോട്ടിൽ പോകത്തില്ല. ഞങ്ങളിങ്ങനെ എല്ലാവരും വന്നു കഴിയുമ്പോഴത്തേനുമാണ് തോട്ടിൽ പോകാൻ. എല്ലാവരും അല്ല, ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയുക റെഡി ആയിട്ട് നിൽക്കും. അത് കാരണം പപ്പയും ഞാനും ഇച്ചാനും കൂടെയാണ് ഇന്ന് ഞങ്ങൾ വെള്ളത്തിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് പോകുന്നത്. ബാക്കി എല്ലാവർക്കും തോട്ടിൽ പോകുന്ന ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ ചാടുക എന്നൊക്കെ പറഞ്ഞ്. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയറത്തില്ല, അതൊരു പ്രശ്നമാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപ് നമ്മൾ ഉണ്ടായിരുന്ന വീട്ടിലാണെങ്കിൽ അവിടെ വലിയൊരു പുഴ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഡാമൊക്കെ ഉള്ളതാണ്. പക്ഷേ അവിടെ എന്ന് പറയുമ്പോൾ മണലാണ്, ഫുള്ള് മണലാണ്, കല്ലുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഒഴുക്ക് കഴിയുമ്പോഴേ എവിടെയാണ് മണ്ണൊഴുകിപ്പോയി കുഴിയായിരിക്കുന്നത്, ഗർത്തങ്ങളുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര റിസ്ക് ഉള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒന്നും അവിടെ ഇങ്ങനെ പോകാറില്ല. പക്ഷേ ഇവിടെ ഭയങ്കര സേഫസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് വെള്ളം കുത്തി ഒഴുകി ചെറിയൊരു കുളം പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങി നിന്ന് കുളിക്കാനുള്ള സാവകാശവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കാരണം ഭയങ്കര കൂളിംഗ് ആയി. ഇത് ശരിക്കും ഇതിന് മുകളിലോട്ടുള്ള പറമ്പെന്ന് പറഞ്ഞാൽ കുറേ അങ്ങോട്ട് ഏകദേശം 3 കിലോമീറ്റർക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഫോറസ്റ്റ് ഏരിയ ഇങ്ങോട്ടാണ്. അപ്പം മുകളിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്നതായത് കാരണം ഭയങ്കര കൂളായിട്ടുള്ള വാട്ടറാണ് കേട്ടോ. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേന് നല്ല ഫോഴ്സിൽ നല്ല കുത്തൊഴുക്കിലിങ്ങനെ നല്ല വെള്ളച്ചാട്ടമായിരിക്കും. ഇപ്പോൾ ജനുവരി മാസമല്ലേ, അപ്പം വേനലൊക്കെ തുടങ്ങി വരുന്നത് കാരണം ഫോഴ്സ് കുറവാണ്. അപ്പം എന്നാലും നല്ല കൂളിങ്ങാണ്, നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഇപ്പം പോകുന്ന വഴി ഇച്ചിരി എന്താ പറയുക ഒരു ദുർഘടം പിടിച്ച വഴിയാണ്. കാരണം കാടൊക്കെ ഇത് വേറെ പറമ്പാണ്, അങ്ങനെ കാടൊന്നും വെട്ടിത്തെളിക്കാത്തത് കാരണം ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടി. ഇടയ്ക്കൊക്കെ ചെറിയ മരങ്ങളൊക്കെ വളർന്നിട്ട് അത് കേടായിപ്പോയി, എൻ്റെ പൊത്തൊക്കെ ഉണ്ട്. അപ്പോൾ ചവിട്ടുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആ പൊത്തിനകത്ത് കാലൊക്കെ ഇറങ്ങി പോകും. അപ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടി.
അപ്പം ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ വെള്ളത്തിൽ. ഞാൻ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേനും ഇച്ചാനും പപ്പയും പോയി വെള്ളത്തിലോട്ട് ചാടാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറകെ ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് വെള്ളത്തിൽ ചാടുന്നതും ഞാൻ അവിടുത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാം. താഴോട്ട് പോകുന്ന വെള്ളത്തിൻ്റെയും മുകളിൽ താഴോട്ട് നോക്കുന്നതും അതുപോലെ മുകളിലോട്ടൊക്കെയുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടോളൂ. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ തിരിച്ച് കയറാൻ തോന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ ചാടി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മൾ ബോഡി ഫുള്ള് ഫ്രീ ആയിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയില്ലേ, അത് ഭയങ്കര ഒരു ഒരു എൻജോയ്മെൻ്റ് ആട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് കയറത്തില്ല. അപ്പോൾ ഈ ചായം കയറുന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ കയറി വരുവാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആലക്കോട് പള്ളിയിൽ പെരുന്നാളിന് പോവുകയാണ്. അപ്പോൾ ആ പള്ളിയിലെ പെരുന്നാൾ ഫുൾ വീഡിയോ ഇല്ല, പക്ഷേ കുറച്ച് ഭാഗങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾ കണ്ടോളൂ കേട്ടോ.
ഞാൻ അല്ലുവിന് വിശക്കുന്ന കൊണ്ട് തന്നെ കഴിച്ചത് അത് കഴിയില്ല അത് ഉണ്ടാക്കി തരാൻ വേണ്ടി മമ്മിയുടെ വീട് അമ്മച്ചിയും ചാച്ചനൊക്കെ ഉണ്ടായിരുന്നത് വായാട്ടുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതും ആലക്കുളയ്ക്ക് അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പം മമ്മിയുടെ റിലേറ്റീവ്സിന് ഒത്തിരി പേരെ കാണും. പിന്നെ മമ്മി സംസാരിച്ച് കുറേ നേരം നിൽക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും അടുത്ത് ഞങ്ങൾ എന്താ പറയുക തൊട്ടടുത്ത് ഉള്ളൊരു ഷോപ്പിൽ പോയി ചായയൊക്കെ കുടിച്ചു. പപ്പയും ഞങ്ങളെല്ലാവരും പോയി. അതിനുശേഷം അവിടെ നിന്ന് പെരുന്നാളിൻ്റെ സമയത്തെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. ഞങ്ങൾ മമ്മി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മടുത്തിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോയിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതെല്ലാം. അപ്പോൾ അന്നത്തെ പകൽ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇതോടൊപ്പം ആഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലത്തെ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ വീണ്ടും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.